കൊച്ചിയിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ടെക് ഓഫ് കൺസൾട്ടൻസി നിരവധി പേർക്ക് ഇനിയും രേഖകൾ തിരിച്ചു നൽകിയിട്ടില്ലെന്ന് പരാതി. കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപിനെതിരെ വടകര സ്റ്റേഷൻ നൽകിയ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട്. കേസിൽ കാർത്തികയെ തൃശൂർ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 24 ആണ് കാർത്തിക നടത്തിയ കോടികളുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ ആ വാർത്തയുടെ ഒരുമിച്ച് ചെന്നു. ശ്യാം, മഞ്ഞുമലയുടെ അറ്റമാണ്, കൂടുതൽ പേർ ഈ തട്ടിപ്പിൽ പെട്ടുപോയി എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്യാം, ഹാഷ്മി, 100-ലധികം പേരെയാണ് UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് കാർത്തിക പ്രദീപ് ടേക്ക് ഓഫ് കൺസൾട്ടൻസിയിലൂടെ കബളിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തത്. പരാതിപ്പെട്ടവർക്ക് അവർക്കെതിരായിട്ട് സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വെല്ലുവിളി. അതിന്റെ ഓഡിയോ ശബ്ദ സന്ദേശങ്ങളടക്കമായിരുന്നു നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്യുകയും പിന്നീട് പരാതികൾ വരികയും ചെയ്തതോടെ പോലീസ് ഇവരെ സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പരാതിയുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തതാണ് ഇനിയും നിരവധി പേർക്ക് യാത്രാരേഖകൾ, അത് പാസ്പോർട്ട് അടക്കം വാങ്ങിവെച്ചിട്ട് കാർത്തിക പ്രദീപിന്റെ ഭർത്താവ് ഉൾപ്പെടെ അത് നൽകാൻ തയ്യാറാകുന്നില്ല. പോലീസ് ആവശ്യപ്പെട്ടിട്ടും അത് എത്തിച്ചു നൽകുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. ഇതിന് പിന്നാലെ വണ്ടിച്ചെക്ക് നൽകിയും നിരവധി പേരെ കബളിപ്പിച്ചു എന്നുള്ള ഒരു പരാതി കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് പരാതികളാണ് ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും ഉയർന്നിരിക്കുന്നത്. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട നിരവധി സ്റ്റേഷനുകളിൽ നിന്നാണ് ഇപ്പോൾ പോലീസുകാർ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഹാഷ്മി.